പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ മൂന്നാം ഭാഗമാണ് ഞാനീ പറയുന്നത്. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കേൾക്കാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി കേൾക്കണേ. വൈഗയും കൂട്ടുകാരിയും ആ കത്ത് വായിച്ചു പരിഭ്രമിച്ചു. അങ്ങനെ കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്ന് പുറത്താക്കിയിറങ്ങി. മനസ്സിനൊന്ന് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അടുത്തുള്ളൊരു ചെറിയ റെസ്റ്റോറൻറ്റ് പോയി രണ്ടുപേരും 2 ചായ കുടിച്ചിരിക്കുന്ന സമയം വൈഗയുടെ ഫോൺ റിങ് ചെയ്തു. തലയ്ക്കൽ വൈഗയുടെ ഫ്രണ്ടായ വിനീതായിരുന്നു. കാര്യമൊന്നും അറിയാത്ത രൂപത്തിൽ വൈഗ സംസാരിച്ചു. അവർ സ്ഥിരം പോകുന്ന റെസ്റ്റോറൻറ്റിൽ അവനെ ക്ഷണിക്കുകയും ചെയ്തു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വിനീത ആ റെസ്റ്റോറൻറ്റിലെത്തി. വൈഗയുടെ കൂടെ അവളുടെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. 3 പേരും കൂടി കുറച്ചുനേരം അസ്വാഭാവികമൊന്നുമില്ലാത്ത രൂപത്തിൽ സംസാരിച്ചിരുന്നു. പിന്നീട് വൈഗ വിനീതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ ഓട്ടോ ഡ്രൈവറായ ഇന്ത്യ വൈഷ്ണയെ തീരെ ഇഷ്ടായില്ലയോ? അപ്പോൾ അയാളെ പെട്ടെന്ന് പരിഭ്രമിച്ചുപോയി. ഇതെന്താ ഇവളിങ്ങനെ പറയുന്നുവെന്ന് നോക്കി. പിന്നീട് വൈഗ ലെറ്ററിൽ വന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുകയും ചെയ്തു. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പുരുഷന്റെ നേരെയും കൈ ഉയർത്താത്ത വൈഗ വിനീതിന്റെ നേരെ കൈ ഉയർത്താൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവരുടെ ഫ്രണ്ട് അവളുടെ കൈ തട്ടിമാറ്റി എല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ വൈഗ ഫ്രണ്ടിന്റെ കൈ തട്ടി നീക്കി വിനീതിന്റെ മുഖത്തോടൊരു അടി കൊടുക്കുകയും ചെയ്തു. അടി കിട്ടിയപ്പോൾ വിനീത് ആകെ പെട്ടെന്ന് പരിഭ്രമിച്ച് പുറത്തേക്ക് ഓടിപ്പോയി. അത് കണ്ടപ്പോൾ അവളുടെ കൂട്ടുകാരി അവളെയും പിടിച്ച് വേഗം റൂമിലോട്ട് തന്നെ പോയി. അവർ രണ്ടുപേരും കൂടി കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് അവളുടെ ഫ്രണ്ട് അവിടെ നിന്നും പോയി. അന്ന് രാത്രിയിൽ വൈഗയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു. കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും ഓർത്ത് അവൾ കിടന്നു. എത്ര നാളായി ഞാൻ വൈഷ്ണുവിനോട് ശരിക്ക് സംസാരിച്ചിട്ടും വൈഷ്ണുവിൻ്റെ അമ്മയോടും അനിയത്തിയോടും അച്ഛനോടുമെല്ലാം സംസാരിച്ചിട്ട് എത്ര നാളായി എന്നെല്ലാം അവൾ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് എന്തുപറ്റി? എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി? വീണ്ടും വീണ്ടും ചിന്തിച്ച് കിടന്നു. പിറ്റേ ദിവസം അവർ ഓഫീസിൽ പോയി 2 മാസത്തെ ലീവിന് അപേക്ഷിച്ച് കിട്ടി. നാട്ടിലോട്ട് പോകുവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി ടൗണിൽ പോയി ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ചു. വൈഷ്ണവിനും വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കുമെല്ലാം ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ചു. വലിയൊരു പെട്ടിയും കിട്ടി. അവർ നാട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ നമ്മുടെ വൈഗ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ടാക്സി വിളിച്ചു. വൈഷ്ണവിൻ്റെ വീട് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. നാട്ടിൽ വരുന്ന വിവരം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈഗ. വൈഷ്ണവിൻ്റെ വീടിൻ്റെ മുന്നിൽ കാറ് വന്നിരുന്നു. ആ സമയം വൈഷ്ണവിൻ്റെ അച്ഛനും അമ്മയും വൈഷ്ണവും അനിയത്തിയും കൂടി വീട്ടിൻ്റെ ഉമ്മർച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടവർ ഒന്നും കൂടി പരിഭ്രമിച്ചു. അതവരുടെ സ്വന്തം വൈഗയായിരുന്നു. അവൾ ഓടിച്ചെന്ന് വൈഷ്ണവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് വൈഷ്ണവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എഴുതിയ ലെറ്റർ ഞാൻ വായിച്ചപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ലോകത്ത് നിങ്ങൾ തന്നെയുള്ളൂ. നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നുമുള്ളൂ. എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമ തരണം, എനിക്ക് മാപ്പ് തരണമെന്നെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈഷ്ണവും കരഞ്ഞു. അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും കൂടെ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങളെല്ലാം അവിടെ അഴിച്ചു നീക്കി. പിന്നീട് അവർ നല്ലൊരു കുടുംബജീവിതമായി മുന്നോട്ട് പോയി. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം.